നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് വാർത്തകൾ നമുക്ക് നോക്കാം. കോവിഡ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ബ്രിട്ടനിലെ മലയാളികൾക്ക് ഉല്ലസിക്കാൻ ലഭിക്കുന്ന അപൂർവ ദിനങ്ങളിൽ ഒന്നായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി മുടക്കമില്ലാതെ ബ്രിട്ടന്റെ വിവിധ നഗരങ്ങളിൽ തനി മലയാളി ഉത്സവ കാഴ്ചയായി വിരുന്നൊരുക്കിക്കൊണ്ടിരുന്ന ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് ഇന്ന് നോർവിച്ചിൽ നടക്കേണ്ടതായിരുന്നു. ഇതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോഴായിരുന്നു കോവിഡ് ബ്രിട്ടനെയും പിടിച്ചുലയ്ക്കുന്നതെന്ന് ഉറപ്പാകുന്നത്. ഇതോടെ കാലതാമസം കൂടാതെ സംഘടനാ സമിതി ഏറെ പ്രതീക്ഷയോടെ തങ്ങളുടെ നാട്ടിലെത്തുന്ന വിരുന്ന് മനസ്സോടെ തന്നെ വേണ്ടാന്ന് വയ്ക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ കൺട്രിയിലെ മലയാളികൾ നൽകിയ സ്നേഹവും പിന്തുണയും അവാർഡ് നൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മനോഹര മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുവാൻ കാരണമായപ്പോൾ അതിനെല്ലാം വെല്ലും വിധം തന്നെ അവാർഡ് നിശ യാഥാർത്ഥ്യമാക്കുമെന്ന ഉറപ്പോടുകൂടിയാണ് നാട്ടുകാരുടെ പ്രതിനിധികളായി നോർവിച്ച് മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് അജു ജേക്കബും മികച്ച സംഘാടകനായ സോണി ജോസഫും ഷോർട്ട് ഫിലിം സംവിധാനമടക്കം കലാമേഖലയിൽ തിളങ്ങിയിട്ടുള്ള ബിജു അഗസ്റ്റിയും ഒത്തുചേർന്നത്. എന്നാൽ ലോകമെങ്ങും ഒളിമ്പിക്സ് അടക്കം ഈ വർഷം ആഘോഷങ്ങളും ചടങ്ങുകളും ഒന്നും നടക്കില്ലെന്ന് വ്യക്തമായപ്പോൾ ആ വഴിക്ക് തന്നെ നീങ്ങുക എന്നായിരുന്നു ബ്രിട്ടീഷ് മലയാളി അവാർഡ് നൈറ്റ് സംഘാടക സമിതിയും ചെയ്തത്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറ്റം വരുത്താവുന്ന ബുക്കിംഗുമായി എയർലൈനുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്ത. ലോക്ക്ഡൌൺ കാരണം വിനോദയാത്രകൾ മുടക്കേണ്ടി വരുന്നവരുണ്ട്. പലരും കാത്തിരിക്കുകയാണ് ഈ കൊറോണയുടെ ശല്യം തീരുവാൻ. അവരിൽ മിക്കവരും ഈ വർഷം അവസാനമോ 2021 ആദ്യമോ യാത്രയ്ക്കുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും അക്കാര്യത്തിൽ ഉറപ്പില്ലാത്തതിനാൽ യാത്രാ പരിപാടികൾ മാറ്റങ്ങൾ വരുത്താനുള്ള രീതിയിലുള്ള വിമാന ടിക്കറ്റുകളാണ് പലരും ശ്രമിക്കുന്നത്. ഇത്തരത്തിൽ പല കമ്പനികളും ടിക്കറ്റുകൾ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും ഇതിൽ കെണി ഒളിച്ചിരിക്കുന്നുണ്ടാകാം. ചെറിയ അക്ഷരങ്ങളിൽ എഴുതി ചേർക്കുന്ന വ്യവസ്ഥകൾ ആയതിനാൽ തന്നെ നിർബന്ധമായും വായിക്കേണ്ടതുണ്ട്. 2020 യാത്രകൾക്ക് നിരവധി സാധ്യതകൾ ഉണ്ടെങ്കിലും 2021 സ്ഥിതി അതല്ല. മിക്ക വിമാന കമ്പനി സർവീസുകളും ക്യാൻസലേഷൻ, ക്യാഷ് വൗച്ചർ എന്നിവ അനുവദിക്കുന്നില്ല. ഉദാഹരണത്തിന് 2021 ബുക്ക് ചെയ്ത ബ്രിട്ടീഷ് എയർവേസ്, അറ്റ്ലാന്റിക് എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, എത്തിഹാദ് എന്നിവയുടെ ടിക്കറ്റുകളിൽ ജനുവരി 21 ബുക്ക് ചെയ്ത ടിക്കറ്റ് ഏപ്രിൽ 21 വരെ നീട്ടാൻ ലുഫ്താൻസ അനുവദിക്കുന്നുണ്ട്. അതേസമയം MLA ബുക്ക് ചെയ്ത ടിക്കറ്റ് ഭാവിയിൽ ഏത് തീയതിയിലേക്ക് നീട്ടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ബ്രിട്ടനിൽ കോവിഡ് മരണം 40,000 കടന്നിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ബ്രിട്ടനിലെ ഔദ്യോഗിക മരണസംഖ്യ ഇന്നലെ 40,000 കടന്നു. പുതിയ 357 മരണങ്ങൾ കൂടി ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടുകൂടിയാണിത്. അതിലും ഭയാനകമായ കാര്യം ഇംഗ്ലണ്ടിലെ 2 മേഖലകളിൽ വൈറസിന്റെ പ്രത്യുൽപാദന നിരക്ക് ഉയർന്ന സംഖ്യയായി മാറി എന്നുള്ളതാണ്. ഇന്നലെ 343 മരണങ്ങളാണ് ഇംഗ്ലണ്ടിൽ നടന്നത്. സ്കോട്ട്ലാൻഡിൽ 9, വെയിൽസിൽ 4 മരണങ്ങളും നടന്നപ്പോൾ നോർത്തേൺ അയർലാൻഡിൽ 1 മരണം നടന്നിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ മരണമടഞ്ഞവരുടെ എണ്ണം ഇനിയും ആയിരങ്ങൾ വരും. പരിശോധനകളിൽ രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്കുകൾ മാത്രമേ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളൂ. പരിശോധനയും ചികിത്സയും ലഭ്യമാക്കാതെയും മരണമടഞ്ഞ ധാരാളം കോവിഡ് രോഗികൾ ഉണ്ട് താനും. ഇതിനിടയിലാണ് ഒരു രോഗിയിൽ നിന്നും എത്ര പേരിലേക്ക് രോഗം പകർന്നു കിട്ടാമെന്ന് സൂചിപ്പിക്കുന്ന R നിരക്ക് നോർത്ത് വെസ്റ്റിലും സൗത്ത് വെസ്റ്റിലും 1 മുകളിൽ എത്തുന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ലോകമെമ്പാടും കൊലയാളി വൈറസ് തളർന്നു എന്ന നിഗമനത്തിലാണ് ശാസ്ത്രലോകം എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ഡിസംബർ മാസം അവസാനം ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച കൊറോണയുടെ തേരോട്ടം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തേരോട്ടത്തിന് വേഗത വർദ്ധിപ്പിച്ച ഈ ഘട്ടത്തിൽ കൂടുതൽ പേർ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരണസംഖ്യയിൽ കാര്യമായ ഇടിവുണ്ടായിട്ടുണ്ട്. വൈറസിന്റെ ശക്തി ചോർന്നു തുടങ്ങി എന്നതിന്റെ തെളിവാണിതെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.